ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. മാർച്ച് 22 വെള്ളിയാഴ്ച ത്രയോദശി തിഥിയാണ്. ത്രയോദശി തിഥി നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ പ്രദോഷമായിട്ടാണ് ആചരിക്കുന്നത്. പ്രദോഷം നമ്മൾ ശിവഭഗവാന് വേണ്ടി, മഹാദേവന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നതാണ്. അപ്പോൾ വെള്ളിയാഴ്ച വരുന്ന പ്രദോഷത്തിന് ഭൃഗുവര പ്രദോഷം എന്നാണ് പറയുന്നത്. ഈ പ്രദോഷം നമ്മൾ വ്രതത്തോടു കൂടിയിരുന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ നമുക്ക് സമ്പത്ത്, ഭാഗ്യം, ജീവിത വിജയം എന്നിവ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഒരു മാസം നമുക്കറിയാം 2 പ്രദോഷങ്ങളാണ് വരുന്നത്. ഇത് ശുക്ലപക്ഷ പ്രദോഷമാണ്. നമ്മൾ ഇതിനു മുമ്പ് കഴിഞ്ഞത് കൃഷ്ണപക്ഷ പ്രദോഷമാണ്. അപ്പോൾ ഇങ്ങനെ 2 പ്രദോഷം വരുമെന്നും 2 ഏകാദശി വരുമെന്നും 2 ഷഷ്ടി വരുമെന്നുമൊക്കെ നമ്മുടെ ചാനൽ സ്ഥിരമായി കാണുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ മാർച്ച് 22 വെള്ളിയാഴ്ച വരുന്ന പ്രദോഷത്തിനെ ഭൃഗുവര പ്രദോഷമെന്നാണ് പറയുന്നത്. ഈ പ്രദോഷവ്രതം എങ്ങനെയാണ് ആചരിക്കേണ്ടത് എന്ന് പലർക്കും അറിയാൻ മേലാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ പറയാം. നമ്മൾ പ്രദോഷവ്രതം ആചരിക്കുന്നത്, അതായത് വ്രതം എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ നാളത്തെ ദിവസം, അതായത് പ്രദോഷത്തിൻ്റെ തലേ ദിവസം ശുദ്ധാഹാരത്തിലിരിക്കുക. ഏകാദശി എടുത്ത എല്ലാവരും തന്നെ ശുദ്ധാഹാരത്തിലായിരിക്കും. ഈ ശുദ്ധാഹാരം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് നോൺ വെജ് ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതുപോലെ രജസ സ്വഭാവമുള്ള ഉള്ളി, വെളുത്തുള്ളി മുതലായവ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതാണ് ശുദ്ധമായ ആഹാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരിക്കലെടുക്കുക എന്ന് പറയുന്നത് ഒരു നേരം അരിഭക്ഷണം കഴിക്കുകയും ബാക്കി 2 നേരം മറ്റ് ധാന്യങ്ങൾ കഴിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഏകാദശിക്കൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഷഷ്ടിക്കൊക്കെ ആണെങ്കിലും ഒരിക്കലെടുക്കും. അത് തലേ ദിവസം ഒരു നേരം അരിഭക്ഷണം, ബാക്കി 2 സമയങ്ങൾ നമ്മൾ ധാന്യങ്ങളൊക്കെ ഉപയോഗിക്കും. അതിൽ തന്നെ ഏകാദശി ആണെങ്കിൽ നമ്മൾ വൈകുന്നേരം സാധാരണ ധാന്യങ്ങൾ ഉപയോഗിക്കാറില്ല. വൈഷ്ണവ സമ്പ്രദായം അനുസരിച്ച് സന്ധ്യയ്ക്ക് മുമ്പ് പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കും. രാവിലെ ഗോതമ്പൊക്കെ കഴിച്ചോളാൻ പറയുന്നുണ്ട്. കാരണം പിറ്റേ ദിവസം ഏകാദശി ദിവസത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മുടെ വയറിൽ ഒരു തരത്തിലുള്ള ധാന്യങ്ങളും കാണാൻ പാടില്ല എന്നതാണ് വൈഷ്ണവ സമ്പ്രദായത്തിൽ പറയുന്നത്. അതുകൊണ്ടാണ് തലേ ദിവസം വൈകുന്നേരം നമ്മൾ ഗോതമ്പ് വേണ്ട, പഴങ്ങൾ കഴിച്ചോളൂ എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രദോഷമെടുക്കുന്ന ആളുകളാണെങ്കിൽ തലേ ദിവസം ഒരു നേരം അരിഭക്ഷണവും കഴിച്ച് ഇരിക്കാം. അതല്ലെങ്കിൽ നമ്മൾ ശുദ്ധമായ ആഹാരത്തിലിരിക്കാം. നമ്മളുടെ ആരോഗ്യസ്ഥിതി, കാരണം ഇപ്പോൾ ഏകാദശിയൊക്കെ എടുത്ത് വന്നിരിക്കുന്നത് കൊണ്ട് സാധാരണ തലേ ദിവസം നമ്മൾ ഒരു നേരം അരിഭക്ഷണം കഴിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ശുദ്ധമായ ആഹാരത്തിൽ, അതായത് നോൺ വെജ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ആഹാരക്രമത്തിലിരിക്കാം. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ ഈ വ്രതങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ ചില ആഹാരനിഷ്ഠകൾ പറയുന്നത് നമ്മുടെ ശരീരത്തെ ക്ഷീണിപ്പിക്കാനല്ല, നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഇതുവരെ കഴിച്ചു വന്നിരുന്ന മാലിന്യങ്ങളെല്ലാം ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മൾ 2 ഷഷ്ടി എടുക്കുന്ന ആളുകൾ, ഒരു മാസത്തിലെ 2 ഏകാദശി എടുക്കുന്ന ആളുകൾ, 2 പ്രദോഷം എടുക്കുന്ന ആളുകൾ ഏകദേശം ഒരു 10 ദിവസത്തോളം ശുദ്ധമായ ആഹാരത്തിൽ, അതായത് നമ്മൾ നോൺ വെജൊക്കെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് പഴങ്ങളുമൊക്കെ കഴിച്ച് നമ്മുടെ ശരീരത്തിനെ നമ്മളൊന്ന് സ്വസ്ഥതപ്പെടുത്തും. ബാക്കിയുള്ള 20 ദിവസവും നമുക്ക് നോൺ വെജൊക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ അവർ ഡെയിലി മത്സ്യം കഴിക്കും, അതല്ലെങ്കിൽ ഇറച്ചിയൊക്കെ കഴിക്കും. അപ്പോൾ അവരുടെ ശരീരത്തിൽ എന്ത് തന്നെയായാലും ഇതുപോലുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിന് അമിതമായ കൊളസ്ട്രോളും മറ്റു കാര്യങ്ങളും കൊഴുപ്പുമൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു മാലിന്യം, ശരീരത്തിലുള്ള ഇതുപോലുള്ള മാലിന്യങ്ങൾ, ചിലപ്പം ഒരുപാട് ആഹാരം കഴിക്കുന്നവർ കാണും, അല്ലെങ്കിൽ സ്വീറ്റ്സൊക്കെ കണ്ടമാനം കഴിക്കുന്നവർ കാണും, കടയിൽ നിന്ന് കഴിക്കുന്നവർ കാണും. അപ്പോൾ ഈ ഒരു ശരീരത്തിലെ മാലിന്യങ്ങളെല്ലാം നിങ്ങൾ ഈ 10 ദിവസം കൊണ്ട് കഴുകിക്കളയുകയാണ്. അല്ലാതെ ഭഗവാനെ, ഒരു കാര്യം നമ്മൾ ചിന്തിക്കുക, ഭഗവാന് നമ്മൾ മത്സ്യം കഴിച്ചാലും മാംസം കഴിച്ചാലും നമ്മളിനി 10 നേരം ആഹാരം കഴിച്ചെന്ന് വെച്ചും ഭഗവാന് ഒന്നും സംഭവിക്കാനില്ല. നമ്മൾ അതാണ് ചിന്തിക്കേണ്ടത്. നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വ്രതം എടുക്കുന്നത്, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വ്രതം എടുക്കുന്നതെന്ന് ചിന്തിക്കുക. അപ്പോൾ ആ ദിവസങ്ങളെങ്കിലും നമ്മൾ ചില നിഷ്ഠകൾ നമ്മുടെ ആഹാരത്തിൽ വെക്കുമല്ലോ എന്നത് ഓർക്കുക. നിങ്ങൾ സ്ഥിരമായി ഇതുപോലുള്ള വ്രതങ്ങൾ എടുക്കുമ്പോൾ 10 ദിവസം നിങ്ങൾ ഒരു മാസത്തിൽ നിങ്ങൾ കണക്ക് കൂട്ടി നോക്കിക്കോളൂ. ഏറ്റവും കുറഞ്ഞത് 10 ദിവസമെങ്കിലും നിങ്ങളൊന്ന് മര്യാദയ്ക്ക് ആഹാരം കഴിച്ച് ഇരിക്കും. അത് നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന നമ്മുടെ ജീവിതശൈലി രോഗങ്ങളൊക്കെ പലതരത്തിലും
കുറവുണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. അതുകൊണ്ട് ഇപ്പോൾ ഏകാദശി എടുത്തു, നമ്മൾ നാളത്തെ ദിവസം നമ്മൾ നല്ല ശുദ്ധാഹാരത്തിൽ തന്നെ ഇരിക്കുക. ഒരു നേരം അരിഭക്ഷണം കഴിച്ചേ ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. രാവിലെ നമ്മൾ എന്തെങ്കിലും ഏത്തപ്പഴമോ ഒക്കെ കഴിച്ചിട്ട്, അതായത് നമ്മുടെ പാരണ വീടിയതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ഏത്തപ്പഴമോ അല്ലെങ്കിൽ ഗോതമ്പ് കൊണ്ടുള്ള എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കഴിച്ച്, ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ടാക്കി കഴിച്ച്, വൈകുന്നേരം ഇതുപോലെ സന്ധ്യയ്ക്ക് മുമ്പ് നമ്മൾ എന്തെങ്കിലും നമുക്ക് പറ്റുന്ന രീതിയിൽ ഗോതമ്പ് കഴിക്കാം, അല്ലെങ്കിൽ റവ ഉപ്പുമാവ് കഴിക്കാം. അങ്ങനെ ഏകാദശിയുടെ അത്രയും നിഷ്ഠ വേണ്ട, നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കഴിക്കാം വൈകുന്നേരം. അതായത് ശുദ്ധമായ ആഹാരമായിരിക്കണം. ഇപ്പോൾ ചപ്പാത്തി വേണമെങ്കിൽ അത് കഴിക്കാം. അപ്പോൾ ഉള്ളി കൊണ്ടുള്ള കൂട്ടാനൊന്നും നിങ്ങൾ ഉണ്ടാക്കണ്ട, അതല്ലാതെ എന്തെങ്കിലും കൂട്ടാനൊക്കെ ഉണ്ടാക്കി നമുക്ക് കഴിക്കാം. ഉപ്പുമാവ് ഉണ്ടാക്കി കഴിക്കാം, ഉപ്പുമാവും പഴമൊക്കെ കഴിക്കാം. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസത്തെ വ്രതത്തിലേക്ക് ഒന്ന് ശരീരത്തെ സജ്ജപ്പെടുത്തുക. അങ്ങനെ വെള്ളിയാഴ്ച ദിവസം നമ്മൾ പ്രദോഷം എടുക്കാൻ തയ്യാറെടുക്കുകയാണ്. ഇനി പ്രദോഷം എങ്ങനെയാണ് എടുക്കേണ്ടത്? സാധാരണഗതിയിലെ പ്രദോഷം എന്ന് പറയുന്നത് രാവിലെ മുതൽ സന്ധ്യ വരെ നമ്മൾ ഒന്നും കഴിക്കില്ല, വെള്ളം കുടിക്കില്ല, ഭക്ഷണം കഴിക്കില്ല, ഒന്നും കഴിക്കാതെ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അതാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് സന്ധ്യയ്ക്ക് നമ്മൾ പ്രദോഷ സന്ധ്യയാണ് പ്രാധാന്യം. പ്രദോഷ സന്ധ്യയ്ക്ക് നമ്മൾ ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോയി തൊഴുത് അവിടുന്ന് കരിക്ക് നേദിച്ച്, അല്ലെങ്കിൽ പഴങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ നേദിച്ചിട്ട് ആ നേദ്യം നമ്മൾ കഴിച്ച് നമ്മുടെ വ്രതം അവസാനിപ്പിക്കുന്നു സന്ധ്യയ്ക്ക്, ദീപാരാധനയ്ക്ക് ശേഷം. അതിനുശേഷം നമുക്ക് അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ചോറ് നമുക്ക് മേടിച്ച് നമുക്ക് കഴിക്കാം. അതല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ സന്ധ്യയ്ക്ക് നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് തന്നെ ഭഗവാൻ ഒരു കരിക്കൊക്കെ വെച്ച് നമ്മൾ പ്രാർത്ഥിച്ച് ആ കരിക്ക് നമുക്ക് കുടിച്ച് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം. കരിക്ക് കിട്ടാത്തവർക്കാണെങ്കിൽ വെള്ളം വെച്ചിട്ട് അത് തീർത്ഥമായി സമർപ്പിച്ചിട്ട് അത് കുടിച്ചിട്ട് നമുക്ക് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം. പഴങ്ങൾ ഭഗവാനെ സമർപ്പിച്ചിട്ട് അത് കഴിച്ചിട്ട് നമുക്ക് വ്രതം അവസാനിപ്പിക്കാം. പക്ഷേ പറ്റുന്നെങ്കിൽ ശിവക്ഷേത്ര ദർശനം സന്ധ്യയ്ക്ക് നടത്തുക, അതാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നിർബന്ധമായും അരിഭക്ഷണം, അതായത് സന്ധ്യയ്ക്ക് ശേഷം അരിഭക്ഷണം കഴിക്കണം. അതാണ് പ്രദോഷത്തിൻ്റെ ഒരു വ്രതരീതി. ചിലർ ഭയങ്കരമായി വ്രതമെടുക്കും, അതായത് രാവിലെയും ഈ സന്ധ്യയ്ക്ക് ശേഷവും ഒന്നും ആഹാരം കഴിക്കില്ല. പിറ്റേ ദിവസം നമ്മൾ ശിവക്ഷേത്രത്തിൽ പോയിട്ട് അവിടുന്ന് തീർത്ഥം മേടിച്ച് കുടിച്ചിട്ട് വ്രതം അവസാനിപ്പിക്കും. അങ്ങനെ ചെയ്യുന്ന ആളുകളുമുണ്ട്. പക്ഷേ സാധാരണയായിട്ട് നമ്മൾ ഇതാണ് ചെയ്യുന്നത്. ഇനി പ്രഷർ, ഷുഗർ, മറ്റ് ഗർഭിണികൾ, കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്നവർ, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ കാണും. നമുക്ക് ആഹാരം കഴിക്കാതിരുന്നാൽ പ്രശ്നമുണ്ടാക്കുന്ന ആളുകളൊക്കെ. അങ്ങനെയുള്ള ആളുകൾ അവർ ആഹാരം കഴിച്ചോളൂ. പക്ഷേ എങ്ങനെയുള്ള ആഹാരമാണ് കഴിക്കേണ്ടത്? പാലും പഴങ്ങളും കഴിക്കാം, ധാന്യങ്ങളൊന്നും കഴിക്കേണ്ട. പാലും പഴങ്ങളും കഴിച്ചുകൊണ്ട് നമുക്ക് രാവിലെ മുതൽ സന്ധ്യ വരെ ഇരിക്കാം. ഇപ്പോൾ ചായ കുടിക്കണം എന്നുള്ളവർ തീർച്ചയായിട്ടും രാവിലെയും വൈകുന്നേരവും ചായ കുടിക്കണം. അതല്ലെങ്കിൽ നമുക്ക് വ്രതം വലിയ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പം നമ്മൾ സന്തോഷത്തോടു കൂടി വേണം ഓരോ വ്രതങ്ങളും എടുക്കാൻ. അല്ലാതെ ഒരു അസുഖം വന്നോ അതല്ലെങ്കിൽ ബുദ്ധിമുട്ടിച്ചോ ഒന്നും നമ്മൾ വ്രതം എടുക്കാൻ പാടില്ല. നമുക്ക് മരുന്ന് കഴിക്കേണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും മരുന്ന് കഴിക്കണം. ഒരു കമൻറ്റ് വന്നിരുന്നു, അതായത് ഒരു ചേച്ചിക്ക് നാളെ വെളുപ്പിനെ മരുന്ന് കഴിക്കണം. അപ്പോൾ പാരണ, ഞാൻ പറഞ്ഞു വെള്ളമൊന്നും കുടിക്കരുത്, പാരണ വീടുന്ന സമയത്ത് മാത്രമേ ജലം കുടിക്കാവൂ എന്ന് പറഞ്ഞു. പക്ഷേ ആ ചേച്ചിക്ക് മരുന്ന് കഴിക്കേണ്ടതുകൊണ്ട് തീർച്ചയായിട്ടും ആ ചേച്ചി വെളുപ്പിനെ കുറച്ച് ജലം എടുത്ത് ആ മരുന്ന് കഴിക്കാൻ ആവശ്യമായ മരുന്ന് നമുക്ക് കഴിക്കാം. കാരണം അത് ആഹാരമല്ല, മരുന്നാണ്. ആഹാരം കഴിക്കുന്നതിലാണ് നമ്മൾ ഈ നിഷ്ഠ വെക്കേണ്ടത്. അത് മരുന്നാണ് നമ്മൾ കഴിക്കുന്നത്. മരുന്ന് നമ്മൾ കഴിച്ചില്ലെങ്കിൽ ചിലപ്പം എന്താ സംഭവിക്കുന്നത്? ഈ പാരണ വീടാൻ പോലും നമ്മൾ കാണില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുമ്പോട്ട് പോകണം. നമ്മൾ വിശ്വസിക്കുന്ന ഭഗവാനെ മറ്റുള്ളവരെ കൊണ്ട് കുറ്റം പറയിക്കാൻ നമ്മൾ ഇടവരുത്തരുത്. അതായത് ആരും പറയരുത് ദേ അവൾ ഏകാദശി എടുത്തു, അല്ലെങ്കിൽ പ്രദോഷം എടുത്തു, ഇപ്പം ദേ സുഖമില്ലാതെ ഹോസ്പിറ്റലായി. ഇതാർക്കാണ് ദോഷമുണ്ടാക്കുന്നത്? നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ സ്നേഹിക്കുന്ന നമ്മളുടെ ഭഗവാനാണ്. അപ്പോൾ ഭഗവാന് കുറ്റമുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയും നമ്മളാരും ചെയ്യാൻ പാടില്ല. നമ്മുടെ ആരോഗ്യസ്ഥിതി നമുക്കാണ് അറിയാവുന്നത്, അതനുസരിച്ചിട്ട് ചെയ്യുക. മരുന്ന് എന്ന് പറയുന്നത് ഒരു കാരണവശാലും അത് ആഹാരമല്ല. അത് കൃത്യമായ സമയത്ത് തന്നെ നമ്മൾ കൃത്യമായി കഴിക്കണം. അതുപോലെ തന്നെ ചില ആളുകൾക്ക് ആഹാരം കഴിച്ചിട്ട് മരുന്ന് കഴിക്കണം, അല്ലെങ്കിൽ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് മരുന്ന് കഴിക്കണം. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ കഴിക്കണം. 3 നേരം മരുന്ന് കഴിക്കേണ്ടവർ 3 നേരവും ആഹാരം കഴിക്കണം. ഇപ്പോൾ അരിഭക്ഷണം അല്ലാതെ മറ്റൊരുപാട് ഭക്ഷണങ്ങൾ നമുക്ക് ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് കഴിക്കാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ തന്നെ നമ്മുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് വ്രതത്തെ ക്രമീകരിക്കുക, എന്നിട്ട് പ്രാർത്ഥിക്കുക. അതാണ് ഏറ്റവും
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം നോൺ വെജ് കഴിക്കാൻ, ഇപ്പം മരുന്ന് കഴിക്കുന്നവർക്ക് നോൺ വെജ് കഴിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, മറ്റ് ആഹാരങ്ങളൊക്കെ നമുക്ക് കഴിക്കാമല്ലോ. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ വ്രതത്തെ ക്രമപ്പെടുത്തുക. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ഇങ്ങനെയാണ് പ്രദോഷ വ്രതം എടുക്കേണ്ട രീതി. അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്നും കഴിക്കാതിരുന്നിട്ട് സന്ധ്യയ്ക്ക് നമ്മൾ പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ ഇതുപോലെ വ്രതം മുറിക്കുക. ഇനി അസുഖമുള്ളവർ അതനുസരിച്ചിട്ട് ചെയ്യുക, അതാണ് ചെയ്യേണ്ടത്. ഇനി പ്രദോഷത്തിൻ്റെ ആ ഏറ്റവും ഉത്തമമായ സമയമെന്ന് പറയുന്നത് സന്ധ്യാസമയമാണ്. അതായത് സന്ധ്യയ്ക്ക് 6:33 മുതൽ 8:55 വരെയുള്ള 2 മണിക്കൂർ 22 മിനിറ്റ് സമയം നിങ്ങൾ പ്രാർത്ഥിക്കുക. എവിടെ ഇരിക്കുന്നെങ്കിലും, വ്രതം എടുക്കുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഈ 6:33 മുതൽ 8:55 വരെ മഹാദേവനെ പ്രാർത്ഥിക്കുക. ഉമാമഹേശ്വര മന്ത്രം ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിരുന്നു, അതെല്ലാവരും പ്രാർത്ഥിക്കുക. നമുക്ക് പറ്റുന്ന അറിയാവുന്ന നാമങ്ങളെല്ലാം ജപിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുക. ഇതാണ് ചെയ്യേണ്ടത്. വളരെ വിശേഷപ്പെട്ട പ്രദോഷമാണ് വരുന്നത്. അതുകൊണ്ട് വ്രതം എടുത്താലും ഇല്ലെങ്കിലും വെള്ളിയാഴ്ച ദിവസത്തെ പ്രാർത്ഥനയിൽ മഹാദേവനെ ഉൾപ്പെടുത്തുക. നമ്മുടെ സ്ഥിരമായി ചാനൽ കാണുന്ന എല്ലാവർക്കും അറിയാം നമ്മൾ ഏത് രൂപത്തിലാണ് ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടത്. പ്രദോഷത്തിന് എല്ലാവർക്കും അറിയാം, ചാനൽ കാണുന്ന എല്ലാവർക്കും. കാരണം എല്ലാ പ്രദോഷത്തിനും ഞാനിത് പറയുന്നതാണ്. നടരാജ രൂപത്തിലാണ് ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടത്. കാരണം സന്ധ്യയ്ക്ക് ഭഗവാൻ നൃത്തം ചെയ്യുകയാണ്, ആനന്ദ നടനമാണ് ഭഗവാൻ അവിടെ ആടുന്നത്. കഥ എല്ലാവർക്കും അറിയാം, ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. പാലാഴി മഥന സമയത്ത് വാസുകി കാളകൂട വിഷം ഛർദ്ദിക്കുന്നു. ഛർദ്ദിക്കുന്ന ആ കാളകൂട വിഷം ഭൂമിയിലേക്ക് വീണ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പാലാഴിയിലേക്ക് വീണ് കഴിഞ്ഞാൽ ത്രിലോകങ്ങളും നശിക്കും. അതുകൊണ്ട് ആ കാളകൂട വിഷത്തെ ഭഗവാൻ ഏറ്റുവാങ്ങി തൻ്റെ ശരീരത്തിലേക്ക് കൊടുക്കുകയാണ്. ആ സമയത്ത് ഭഗവാൻ എന്തെങ്കിലും സംഭവിക്കുമെന്ന് കരുതി ശ്രീ പാർവതീദേവി അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ മുറുക്കി പിടിക്കുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന് വിഷകണ്ഠൻ അല്ലെങ്കിൽ നീലകണ്ഠൻ എന്ന പേര് കിട്ടിയത്. പക്ഷെ അതിനുശേഷം ഭഗവാൻ ഒരു വലിയ ആലസ്യത്തിലേക്ക് പോവുകയാണ്. പാർവതീദേവിയുടെ മടിയിൽ തലവെച്ച് ഭഗവാൻ മയങ്ങുകയാണ്. ആ സമയത്ത് സകല ദേവന്മാരും യക്ഷകിന്നരന്മാരും സപ്തർഷികളുമെല്ലാം ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്നു. അതിനുശേഷം ഒരു പ്രദോഷ സന്ധ്യയിലാണ് ഭഗവാൻ ഉണർന്നെഴുന്നേൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നു, എല്ലാവരും ഭഗവാനെ സ്തുതിക്കുന്നു. ആ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് ഭഗവാൻ ആനന്ദ നടനമാടുന്നു. നടരാജ രൂപത്തിൽ ആനന്ദ നടനം ആടുന്നു. നന്ദി ഭഗവാന്റെ കൊമ്പുകൾക്കിടയിലൂടെ ആടിയെന്നാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് പ്രദോഷ സന്ധ്യാസമയത്ത് ശിവക്ഷേത്രത്തിൽ സകല ദേവീദേവന്മാരുടെയും സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ സമയത്തെ പ്രാർത്ഥനയ്ക്ക് വലിയ ഫലങ്ങളാണ് ഉള്ളതെന്ന് പറയുന്നു. എല്ലാ ദേവന്മാരും പ്രസാദിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും വ്രതമെടുക്കുന്നവരും അല്ലാത്തവരും സന്ധ്യാസമയത്ത് നടരാജ രൂപത്തെ പ്രാർത്ഥിക്കുക. ഇതാണ് ചെയ്യാനുള്ളത്. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. 6:33 മുതൽ 8:55 വരെയുള്ള സമയമാണ് ഏറ്റവും ഉത്തമമായ സമയം, ഭൃഗുവര പ്രദോഷം. ഹരേ കൃഷ്ണ.